ബന്ധു നിയമനത്തിനൊപ്പം പാർശ്വവർത്തി നിയമനവും പരിശോധിക്കപ്പെടേണ്ടതല്ലേ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ഭാസുരേന്ദ്ര ബാബു, ഒരു അഭ്യർത്ഥന. ഇനി നമുക്ക് ദീർഘമായ ചർച്ചയ്ക്കുള്ള സമയം കഴിഞ്ഞു. അതുകൊണ്ട് ചുരുക്കം വാക്കുകളിൽ അങ്ങ് മറുപടി പറയണം. ആദ്യം ഇപ്പോൾ ഉയർന്ന രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മറുപടി പറയാം. അല്ല, അതിനകത്ത് ഗൗരവതരമായ ഒരു അഭിപ്രായം പറയുന്ന തരത്തിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധിപ്പിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് അത് കേരളത്തിലെ എന്നെ പരിചയമുള്ള അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ കുറേയെങ്കിലും. അത്തരൊരു പ്രവർത്തന അനുഭവമൊന്നും ആസാദിനുണ്ടായിരുന്നുമില്ല. ഷാജഹാനുമൊക്കെ അധികാരത്തിൻ്റെ ശ്രേണിയിൽ തന്നെയാണ് ജീവിച്ചിരുന്നത്. ആസാദ് പിന്നെ അങ്ങനെ ആയിരുന്നില്ല. ഏതായാലും വലിയ പരിക്കുകളില്ലാതെയൊക്കെ ജീവിച്ച ആളുകളാണ് അവരൊക്കെ. പാർട്ടിയിൽ ബന്ധപ്പെട്ട് നിന്നപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ കുഴപ്പമുണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല. നല്ല മനുഷ്യരാണ്. പ്രശ്നം അതല്ല. അതിനുശേഷം ഇപ്പോൾ 90കളുടെ കാര്യം ആസാദ് പറഞ്ഞു. അദ്ദേഹം എനിക്ക് ഷാജഹാനെക്കുറിച്ച് പറയേണ്ട കാര്യം, ഷാജഹാൻ ഇതേ ചർച്ചകളിലൊക്കെ തന്നെ ലാവ്ലിൻ കേസിൽ അദ്ദേഹം ഇടപെട്ടിരിക്കുന്നതുകൊണ്ട് കൃത്യമായി ശിക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകളാണ്. അത് പോട്ടെ, ഹൈക്കോടതിയിൽ നിന്ന് അതൊക്കെ പോട്ടെ, നമുക്ക് ഇങ്ങനെ എടുക്കാമല്ലോ. ആസാദ് പറയുന്നു 90ൽ അല്ലെങ്കിൽ നിയോ ലിബറൽ ഈ സാമ്പത്തിക നയം രൂപപ്പെട്ട് വന്നപ്പം CPM-ൽ മാറ്റങ്ങൾ വന്നു. രണ്ട് തരത്തിൽ വരാം. ഞാൻ പറഞ്ഞ CPM-ആയിട്ട് വിയോജിക്കുന്നതിന് രാഷ്ട്രീയ ധാരണകൾ കണ്ടുപിടിക്കാം. അങ്ങനെ രാഷ്ട്രീയ ധാരണകൾ കണ്ടുപിടിച്ച ഒരു വിഭാഗമുണ്ട്. അദ്ദേഹം TP ചന്ദ്രശേഖരൻ്റെ പാർട്ടിയിലും കുറേ നാളുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓപ്ഷൻസാണ്. അങ്ങനെ വരുമ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതിതീവ്രവാദ സ്വഭാവത്തോടു കൂടിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതിനു മുമ്പ് CPM-ഓട് ഞാൻ അസോസിയേറ്റ് ചെയ്തിരുന്നു, ഒരിക്കലും അംഗമായിരുന്നില്ല. അതിനുശേഷം ഇന്ത്യൻ സാഹചര്യത്തിലും ലോക സാഹചര്യത്തിലും സംഭവിച്ച മാറ്റങ്ങളുമായി ബന്ധിപ്പിച്ചാണ് CPIML പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഞാൻ ഇടപെട്ടത്. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം തന്നെയാണ്. ഒരു ഓപ്പൺ പൊളിറ്റിക്കൽ എക്സർസൈസായിട്ട് തന്നെയാണ് ഞാനത് കാണുന്നത്. അതിൻ്റെ ഗുണദോഷങ്ങളും എനിക്കുണ്ട്. അവിടെ അടുത്തെങ്ങും എത്തത്തില്ല ആസാദ് സംസാരിച്ചാൽ. അത് പോകട്ടെ. അത് കഴിഞ്ഞ് അദ്ദേഹം 90കളുടെ കാര്യം പറയുന്നില്ലേ? 90കളുടെ കാര്യം പറയുമ്പോൾ 90കളിൽ തന്നെ ലോകത്തിന് വന്നിരിക്കുന്ന വലിയ മാറ്റം, ലോക സാമ്പത്തിക രംഗത്ത് വന്നിരിക്കുന്ന മാറ്റം, സാമ്പത്തിക ഘടനയിൽ വന്നിരിക്കുന്ന മാറ്റം, ആ മാറ്റവും ഇടതുപക്ഷവും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടണം, എങ്ങനെ അത്തരം കാര്യങ്ങളിൽ കൊള്ള കൊടുക്കലുകൾ വേണം, ഒരു ട്രൂ ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് എന്ന നിലയ്ക്ക് എങ്ങനെ ഇടതുപക്ഷത്തിന് നിലനിൽക്കാനാവും, അത്തരം അന്വേഷണങ്ങൾ ലോകോത്തരമായി നടക്കുന്നുണ്ട്. അത് ആസാദിനും അറിയാം. ആ ലോകോത്തരമായി നടക്കുന്ന കാര്യത്തിൽ ഒരു ഡെമോക്രാറ്റിക് ആൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്ക് ഇടതുപക്ഷത്തെ കാണുന്ന ഒരാളാണ് ഞാൻ. ആ അർത്ഥത്തിലാണ് ഞാനും. ഇനി ഇന്നത്തെ ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്ക് ഭാസുരേന്ദ്ര ബാബു, ഈ ബന്ധു നിയമനങ്ങളിലേക്ക് മാത്രമായി ഇത് ചുരുങ്ങണോ? പാർശ്വവർത്തി നിയമനങ്ങളിലേക്ക് കൂടി ആലോചനകൾ പോകേണ്ടതല്ലേ? പരിശോധന പോകേണ്ടതല്ലേ? എന്തുകൊണ്ട് ഈ ബന്ധു നിയമനത്തിൽ തുടങ്ങി പാർശ്വവർത്തി നിയമനങ്ങളിലേക്ക് അതിൻ്റെ വ്യാപ്തി മാറുമ്പോൾ CPM-നെ ബാധിക്കുന്ന ഒരു ആഭ്യന്തര പ്രശ്നമായി അത് രൂപപ്പെടുന്നു? അങ്ങനെ വരുമ്പോൾ ഒരു EPO, ഒരു ശ്രീമതിയോ മാത്രമല്ല പഴി കേൾക്കപ്പെടേണ്ടത് എന്ന ആസാദിൻ്റെ വിലയിരുത്തൽ ഒരർത്ഥത്തിൽ ശരിയാകുകയല്ലേ? അതിപ്പോൾ ആസാദ് പറയേണ്ടതല്ലേ? അത് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, എല്ലാ നിയമനങ്ങളും പരിശോധിക്കുമെന്ന്. പിന്നെ ആസാദ് പറഞ്ഞിട്ട് എന്താ കാര്യം? കോടിയേരി പറഞ്ഞത് അത് വിടുക. കോടിയേരി പറഞ്ഞത് ഈ ബന്ധുത്വ നിയമനം മാത്രമാണ്, യോഗ്യതയുണ്ട്, ബന്ധുത്വ നിയമനം മാത്രമാണ് ഭാസുരേന്ദ്ര ബാബു കോടിയേരി പറഞ്ഞത്. ഇല്ലാതെ അത് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല. ദുബായിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ വേണ്ടി വന്ന എല്ലാ നിയമനങ്ങളുടെ കാര്യവും നമ്മൾ പരിശോധിക്കുക. അതിനാണ് പാർട്ടി. അതിനകത്ത് കാര്യം ചെയർമാൻ്റെ കാര്യത്തിൽ മാത്രമേ പാർട്ടികൾ ഗൗരവതരമായി പരിശോധനയ്ക്ക് എടുക്കാറുള്ളൂ. ബാക്കി മന്ത്രിമന്ദിരം തന്നെയാണ്, മന്ത്രിയുടെ വകുപ്പ് തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് പോകട്ടെ. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, അയോഗ്യരായ ആൾക്കാരെ സ്വജനപക്ഷപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് അവരോധിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതാണല്ലോ പരിശോധിക്കുന്നത്. ഇത് പരിശോധിക്കാൻ സർക്കാർ സംവിധാനമുണ്ട്. ആ സംവിധാനം നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞവർ മുഖ്യമന്ത്രിനകത്ത് ഇടപെട്ട് ഇതേ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് തോന്നിയ അവസ്ഥയിൽ അത് റദ്ദ് ചെയ്തിട്ടുണ്ട്. പാർട്ടി 14-ാം തീയതി പരിശോധന ആരംഭിക്കുകയാണ്. ഏതൊക്കെ സാധ്യതയുണ്ടോ ആ ഓപ്ഷൻസ് മുഴുവൻ ഓപ്പൺ ചെയ്തിരിക്കുന്നു CPM ഇക്കാര്യത്തിൽ. അതാണ് അതിൻ്റെ ഒരു സുതാര്യത. അത് ചെയ്തു കഴിഞ്ഞ ശേഷം എന്തിനാ ഈ ചർച്ച? ഇവിടെ ഈ പറയുന്ന ഹൈക്കോടതി പോലത്തെ പ്രധാനപ്പെട്ട സംവിധാനത്തിലാണ്
ഈ ബന്ധുക്കളുടെ വ്യാപകമായ നിയമനം നടന്നിരിക്കുന്നത്. പാർശ്വവർത്തികൾ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ ഇവിടെ ഓരോ ചുമതലകളിൽ എത്തിച്ചിരിക്കുന്നത്. ഇത് പാർട്ടി സാന്ദർഭികമായി ഇപ്പോൾ പരിശോധിക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യം വന്നപ്പോൾ പരിശോധിക്കുന്നു. അത് അങ്ങ് പറഞ്ഞതുപോലെ ആരെങ്കിലും ഒരാൾ കണ്ടെത്തിയതിൻ്റെ ഭാഗമല്ല. അപ്പോൾ ആ ആനുകൂല്യം ആ പാർട്ടിക്കും അവകാശപ്പെടാവുന്നതല്ല. പക്ഷേ ഇത് പരിശോധിക്കപ്പെട്ട് ഇതിനിയും സംഭവിക്കാത്ത രൂപത്തിലുള്ളൊരു ഉടച്ചുവാർക്കലിലേക്ക് പോകുമോ? ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഉമ്മൻചാണ്ടി കാട്ടിയ ഈ പറയുന്ന പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളിലെ വീഴ്ചകളെ പറ്റിയൊക്കെ ഘോരഘോരം സംസാരിച്ചവരല്ലേ CPM-കാർ. അവിടെ ഈ പറയുന്ന പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിൽ വീഴ്ച വന്നിട്ടില്ലേ? ബന്ധുത്വ നിയമനം വേറൊരു രൂപത്തിലുള്ള സ്വജനപക്ഷപാതമായിരുന്നില്ലേ? ഇതൊക്കെ ഈ 4.5 മാസം കൊണ്ട് സംഭവിക്കുകയാണ്. അപ്പോൾ ഭരണ തുടർച്ചയല്ല ഭരണവിച്ഛേദമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന രാഷ്ട്രീയ വിവേകം എവിടെ നഷ്ടപ്പെട്ടു ഇവർ ഭരണാധികാരികളായപ്പോൾ? അല്ല, യെസ്, അതെ. അപ്പോൾ അതിനകത്ത് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ആ നിയമനങ്ങളിൽ നിങ്ങൾ പറയുന്ന മാതിരി ഓരോ ഘട്ടങ്ങളിലും ആവർത്തിച്ച് സ്വജനപക്ഷപാതം വന്ന് നിയമലംഘനങ്ങൾ സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. താങ്കൾ അങ്ങനെ പറയുന്നത് കൊണ്ട് മലയാളികൾ അത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അവരും പത്രങ്ങൾ വായിക്കുന്നതാണ്. പ്രശ്നം ചില ആളുകൾ ആയിരക്കണക്കിന് വേക്കൻസികൾ ഫില്ല് ചെയ്തപ്പോൾ ചില വേക്കൻസികളുടെ കാര്യത്തിനകത്ത് യോഗ്യരെ തിരഞ്ഞെടുത്തിട്ടില്ല. ഞാനൊരു കാര്യം പറയാം, CPM-ൻ്റെ ആളുകളോ CPM-ൻ്റെ അനുഭാവികളോ തന്നെയായിരിക്കും ഈ മണ്ഡലങ്ങളിലൊക്കെ വരാൻ പോകുന്നത്. അതങ്ങനെ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അതതിൻ്റെ സ്വാഭാവിക ഗതിയാണ്. പക്ഷേ വരുന്നവർ യോഗ്യരാണോ, അല്ലെങ്കിൽ ഇവർ തന്നെ സ്റ്റിപ്പുലേറ്റ് ചെയ്ത യോഗ്യത ഫുൾഫിൽ ചെയ്യുന്നവരാണോ, അതുമാത്രമാണ് പരിശോധിക്കേണ്ടത്. ശരി, അക്കാര്യത്തിൽ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് അത് വളരെ സൂക്ഷ്മവും ഉറപ്പുള്ളതുമാണ്. അദ്ദേഹം കൃത്യമായി റദ്ദ് ചെയ്യുന്ന ശരി. എനിക്ക് അടിയന്തരമായി ഒരു ഇടവേളയിലേക്ക് കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളുടെ പ്രതികരണങ്ങളിലേക്ക്.